അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് മൂർച്ഛിച്ചപ്പോൾ വളരെയധികം താല്പര്യമുണ്ട് കേട്ടോ, രണ്ടുപേരെയും മാറ്റണം, അല്ലെങ്കിൽ കുടുംബം അന്യാധീനമാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടിയാലേ നബി എന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടിയിരിക്കുന്നു. ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ നബിയെയും മക്ക എന്ന നാട്ടിൽ, അവിടെ ഇന്ന് കാണുന്ന മക്കയല്ല, അവിടെ നിന്ന് ആളുമില്ല പേരുമില്ല ഒന്നുമില്ല, വിജനമായ വെള്ളമില്ലാത്തൊരു പ്രദേശം, അവിടെ കൊണ്ടുപോയിട്ട് ഹാജറ ബീവിയും മകനെയും ഇബ്രാഹിം നബി താമസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു ടെൻറ്റ് കിട്ടിയിട്ട് കയ്യിൽ നിന്ന് വെള്ളമൊക്കെ തീർന്നു പോയിരുന്നു 2 ദിവസം കൊണ്ട്. അതിനുശേഷം ഇബ്രാഹിം നബി തിരിഞ്ഞു പോരുമ്പോൾ ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, അങ്ങ് ഞങ്ങളെ ഇതുപോലെ വിജനമായ സ്ഥലത്ത് കൊണ്ടുവന്നിരുന്നത് അങ്ങയുടെ ഇഷ്ടപ്രകാരമാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമാണെന്ന് ചോദിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും എന്ന് ഹാജറ ബീവി പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാരണങ്ങളുണ്ടല്ലോ. ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ്, ഇസ്ലാം കാര്യത്തിൽ 5ാമത്തെ കാര്യമായ ഹജ്ജ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഹാജറ ബീവി ചെയ്തതുപോലെയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരണം അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ വഴിയേ പറയാം. അങ്ങനെ ഇബ്രാഹിം നബി തിരിച്ച് പലസ്തീനിലേക്ക് ചെന്ന് സാറാ ബീവിയുമായിട്ട് ജീവിക്കുകയാണ്. ഒപ്പം പ്രബോധനവും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇബ്രാഹിം നബി ഖലീൽ എന്ന് പറയാൻ കാരണം, അള്ളാഹുവിൻ്റെ ഖലീലാണെന്ന് പറയാനുള്ള മെയിൻ കാരണം 3 കാരണങ്ങളുണ്ട് കേട്ടോ. അതിൽ 1ാമത്തെ കാരണം, അദ്ദേഹം വളരെ അധികം സൽക്കാരപ്രിയനായിരുന്നു, അതിഥികളെ വളരെയധികം ബഹുമാനിച്ചിരുന്ന ആളായിരുന്നു കേട്ടോ ഇബ്രാഹിം നബി. ഒരു അതിഥി പോലും ഇല്ലാണ്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കില്ലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു ദിവസം 2-3 ആളുകൾ വന്ന് ഇബ്രാഹിം നബിയുടെ വീടിൻ്റെ വാതിൽക്കൽ നിന്ന് സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി കേട്ടോ. അപ്പോൾ കയറിയിരുന്ന ഏറ്റവും മുന്തിയിനം തന്നെ ഭക്ഷണം തന്നെ ഇവർക്ക് ഒരുക്കുന്നുണ്ട് ഇബ്രാഹിം നബി. എന്നിട്ട് കഴിക്കാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടും അവരത് കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവസാനം അവർ പറയുന്നുണ്ട്, നബിയെ, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങളിതിലെ ലൂത്ത് നബിയുടെ സമുദായത്തിന് അദാബിറക്കാൻ വന്ന മലക്കുകളാണ്. അപ്പോൾ എന്താ, ലൂത്ത് നബിയുടെ കാര്യം നമുക്കറിയാമല്ലോ, പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു ഒരുപാട് തവണ താക്കീത് നൽകിയിട്ടും അത് ചെവിക്കൊള്ളാത്ത സമുദായമാണ്. അവർക്ക് അദാബിറക്കാൻ വേണ്ടി വന്ന മലക്കുകളാണ്. ആ പോകുന്ന വഴി ഇവിടെ കയറി ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് നബിയെ. എന്താണ് സന്തോഷ വാർത്ത? സാറാ ബീവി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, സാറാ ബീവിക്ക് ഉടൻ തന്നെ ഒരു കുഞ്ഞുണ്ടാകും. ഇസ്ഹാക്ക് എന്നാണ് ആ കുഞ്ഞിന് ഇടണം പേര്. അതുപോലെ തന്നെ ആ ഇസ്ഹാക്ക് നബിയിൽ യഅ്കൂബ് എന്ന് പറയുന്ന വേറൊരു പ്രവാചകനും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ സാറാ ബീവി പറയുന്നുണ്ട്, ഈ കിഴവിയായ എനിക്കോ കൊച്ചോ, അതും അദ്ദേഹം പടുവൃദ്ധനായിരിക്കുന്നു, അദ്ദേഹത്തിനും എനിക്കും കൊച്ചോ എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയുന്നുണ്ട്, അള്ളാഹുവിന് സാധിക്കാത്തത് എന്താണെന്ന് മലക്കുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.